കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. വിജയന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത് തറ പൊളിച്ച് നടത്തിയ പരിശോധനയിൽ. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്ന് ഇടുക്കി SP വിഷ്ണു പ്രദീപ്. ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു, നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത്. ഓൾമോസ്റ്റ് അധികം നിലയിലാണ്. പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തന്നെ അതും നമ്മൾ വീടിനുള്ളിൽ പൂജ നടന്നതിന്റെ സൂചനകളുണ്ടെന്ന് പഞ്ചായത്ത് അംഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. 15-ന് പാലക്കാട് റോഡ് ഷോ, 17-ന് പത്തനംതിട്ടയിൽ പൊതുയോഗം. തൃശൂരിൽ പ്രവർത്തകരോട് ക്ഷോഭിച്ചതിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി. ശാസിച്ചത് ആദിവാസിയൂരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനല്ലെന്ന് വിശദീകരണം. കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചാരണ ഏജൻസി LDF കൺവീനർ എന്ന് KC വേണുഗോപാൽ. അക്കൗണ്ട് തുറക്കാൻ BJPയെ സഹായിക്കാനാണ് CPIM ശ്രമം. വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. കേരള സർവകലാശാല കലോത്സവത്തിനിടെ SFI-KSU സംഘർഷം. SFI പ്രവർത്തകർ മർദ്ദിക്കുന്നുവെന്ന് KSU. പ്രധാന വേദിയിൽ ഏറ്റുമുട്ടിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമമെന്ന പരാതിയുമായി മാർ ഇവാനിയോസ് കോളേജ്. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തൽ. ടൂറിസം ഡയറക്ടർ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. എന്ത് സുരക്ഷയാണ് പാലത്തിനുണ്ടായിരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആഞ്ഞടിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിണറായി സർക്കാർ BJPയുമായി നടത്തിയ ചർച്ചകളുടെ മധ്യസ്ഥൻ ബെഹ്റ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എതിരാളികൾ വിറച്ചുപോയെന്നും തിരുവഞ്ചൂർ കേരള വിഷൻ ന്യൂസിനോട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തിരുവഞ്ചൂർ പലതും പറയുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്.